കുത്തിയിട്ട് പോലീസ് അധികാരികൾ ഞങ്ങളോട് നിയമം പഠിപ്പിക്കാൻ പരിശ്രമിച്ചാലുണ്ടല്ലോ, നല്ല നട്ടലോട് കൂടിയിട്ട് പെൻഷൻ പറ്റണം. പെൻഷൻ പറ്റിയിട്ട് കുട്ടിയെ മടിയിലെടുത്ത് ലാണിക്കുമ്പോൾ നട്ടല് പോയി എന്ന് പറയാനുള്ള അവസരമുണ്ടാക്കരുത് എന്ന്. ആ സമരം കഴിഞ്ഞ് ആദ്യമായിട്ടല്ല ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നത്. സമരത്തിന് വന്ന ആളുകൾ ബാരിക്കേഡ് പിടിച്ചു കുലുക്കുന്നതും ബാരിക്കേഡ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ നേതാവ് രാജേന്ദ്രനെ ഇവിടെ ക്രൂരമായി ലാത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കളുടെ മുൻപാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ആലപ്പുഴയുടെ ചരിത്രത്തിൽ പോലീസ് അധികാരികളോടും ഈ മാധ്യമങ്ങൾ ദ്വാര ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, പ്രവർത്തകൻ അടികൊണ്ട് വീഴുമ്പോ കയ്യും കെട്ടി തിരിച്ചു പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായിയുടെ കൂട്ടുള്ള ചില നേതാക്കന്മാരെ മാത്രമേ ആലപ്പുഴയിലെ പോലീസ് കണ്ടിട്ടുള്ളൂ. ഇതാളുകൾ വേറെയാണ് എന്ന് ആലപ്പുഴയിലെ പോലീസ് അധികാരികൾ മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് സഹപ്രവർത്തകരോട് ഞങ്ങൾ ഇരിക്കാൻ പറഞ്ഞാൽ പൊരിവെയിലിൽ ഞങ്ങൾ ഇരിക്കും. പ്രോട്ടോകോൾ നോക്കില്ല. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീകുമാർജി ഇവിടെ പറഞ്ഞു എല്ലാവരും ഇവിടെ ഇരിക്കണം. ഇരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കും. എന്നാൽ ഞങ്ങളുടെ പ്രവർത്തകന്റെ നെഞ്ചത്ത് കുത്തിയിട്ട് പോലീസ് അധികാരികൾ ഞങ്ങളോട് നിയമം പഠിപ്പിക്കാൻ പരിശ്രമിച്ചാലുണ്ടല്ലോ, നല്ല നട്ടലോട് കൂടിയിട്ട് പെൻഷൻ പറ്റണം. പെൻഷൻ പറ്റിയിട്ട് കുട്ടിയെ മടിയിലെടുത്ത് ലാണിക്കുമ്പോൾ നട്ടല് പോയി എന്ന് പറയാനുള്ള അവസരമുണ്ടാക്കരുത് എന്ന്. സമാധാനവും തന്നെയാണ് ഞങ്ങൾക്കും താല്പര്യം. എന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരന് മാർക്സിസ്റ്റുകാരന് കിട്ടുന്ന നീതി അത് ഭാരതീയ ജനതാ പാർട്ടിക്കാർക്ക് സമരത്തിന് കിട്ടിയേ പറ്റൂ എന്ന് പറയാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങളെ ആദ്യം കൊണ്ടുപോകണം. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഈ സമരത്തിൽ എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ട് എന്റെ ജില്ലാ പ്രസിഡന്റിന്റെ മേലെ കൈവയ്ക്കാൻ ഞാൻ അനുവദിക്കൂ. അല്ലാതെ അവരെ കൊണ്ടുപോയി നേതാവിനെ വെറുതെ വിടുന്ന പാർട്ടി